അടിപൊളി തയ്യൽ ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന എല്ലാവർക്കും ഈ ഒരു ഫീൽഡിനോട് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ സ്വന്തമായിട്ടൊക്കെ ഒരു കുർത്തി അല്ലെങ്കിൽ ചുരിദാറൊക്കെ തയ്ച്ചെടുക്കണം, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നവരായിരിക്കാം നിങ്ങളിൽ പലർക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു തയ്യൽ ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ദേ ഇവിടെ ഒരു ടോപ്പ് ഒന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇത് ടോപ്പല്ല, ഇത് ചുരിദാർ എന്ന് പറയും ഇതിനെ. കാരണം ഇതിന് പാൻറ് വരുന്നുണ്ട്, ഷോൾ വരുന്നുണ്ട്, പിന്നെ ടോപ്പിൻ്റെ പാർട്ട് വേണ്ട. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ടോപ്പിൻ്റെ പാർട്ട് മാത്രമായിട്ടാണ് ഇപ്പോൾ ഇവിടെ തയ്ച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കാണിച്ച സമയത്ത് അവിടെ ഒരു ചെറിയൊരു എക്സ്ട്രാ സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് ആദ്യമേ പറയാം. ഇപ്പോൾ ഈ കാണുന്നത് ബാക്ക് പാർട്ടാണ്. ബാക്കിൽ അങ്ങനെയില്ല, ഫ്രണ്ടിലാണ് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചില സമയത്ത് നമ്മുടെ കയ്യിൽ തുണി വളരെ പരിമിതമാണെങ്കിൽ നമ്മൾക്ക് പറയുന്ന അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പറയുന്ന ലെങ്തോ ഇല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ലെങ്തോ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെങ്ത് ഒക്കെ കുറച്ച് ആ ടോപ്പ് ആകെ നമ്മൾ കുളമാക്കി കളയും അല്ലേ. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല ലെങ്ത്തിൽ തന്നെ നമ്മൾക്ക് ടോപ്പ് ചെയ്തെടുക്കാനും പറ്റും, എന്നാൽ ഒരു ഡിസൈൻ അതിൽ കൊടുക്കാനും സാധിക്കും കേട്ടോ. ഞാൻ ദേ ഇവിടെ ഇപ്പോൾ തയ്ച്ച് എടുത്ത സമയത്ത് എനിക്ക് ലെങ്ത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. ഈ ഒരു കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞത് 44 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാം കഴുത്തും സ്ലീവും എല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പക്ഷേ ലെങ്ത്തിൽ കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ എനിക്ക് ബാക്ക് പാർട്ടിൽ മാത്രമേ കറക്റ്റ് ലെങ്ത്ത് കിട്ടിയില്ലേ. 44, 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആകുമ്പോൾ 45 ഉണ്ട്. പക്ഷേ ഫ്രണ്ടിൽ എനിക്ക് ഒട്ടും തുണി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 42 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് വെട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 42 വെച്ചിട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തയ്യൽ തുമ്പൊക്കെ എല്ലാം പോയി കഴിയുമ്പോൾ ഒരു 41, 40 പിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഇഷ്ടത്തിനാണല്ലോ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ലേസ് വെച്ചിട്ട് വേറൊരു പീസും വെച്ചിട്ട് അങ്ങോട്ട് ഫ്രണ്ടിൽ, അപ്പോൾ അതൊരു മോഡലും കൂടെ ആവുമല്ലോ. ഇഷ്ടംപോലെ റെഡിമെയ്ഡ്സിൽ നമ്മൾ ഇതുപോലത്തെ ലേസ്, ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിൽ വെച്ചിട്ടുള്ള ഈ ഒരു ലേസ് ഇഷ്ടം പോലെ ചിലപ്പോൾ 3 ലെയർ 4 ലെയേഴ്സൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഡിസൈനാണ് ഇന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. തുണിയൊട്ടില്ലേം താനും, എന്നാലോട്ട് എനിക്കത് അവിടെ ഒരു പീസ് വെച്ചതായിട്ടുള്ള ഫീലിംഗ് വരാനും പാടില്ല. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം എനിക്ക് കിട്ടിയത്. ഞാൻ ദേ അപ്പോൾ ഇവിടെ ആ എത്താതിരുന്ന ഭാഗത്തൊക്കെ ഒരു പീസ് ഇങ്ങനെ വെച്ചെടുത്തു. ആദ്യം അവിടെ ഒന്ന് ഫിനിഷിങ് ചെയ്തേ, സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരേ അളവിൽ തന്നെ 2 ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമ്മൾക്കൊരു പണിയുണ്ട്. നേരെ നമ്മൾ എന്ത് ചെയ്യും, നല്ല വശവും തമ്മിൽ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വെക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇപ്പം ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, ഇതുപോലെ അത് സീൽ ചെയ്ത് കളയണം. ആ തയ്യൽ തുമ്പൊന്നും അകം വശത്താണെങ്കിലും കാണിക്കാത്ത തരത്തിൽ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഓൾറെഡി ഞാനൊരു കുറേ നാൾക്ക് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പറഞ്ഞു തരാം. നല്ല വശവും തുണിയുടെ എടുക്കരുത്. 2ൻ്റെയും ഉൾഭാഗങ്ങൾ തമ്മിൽ ആദ്യം കൂട്ടി തയ്ക്കുക ഒരു 1/4 ഇഞ്ചിൽ. എന്നിട്ട് നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ വീണ്ടും ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ കുറച്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ വേണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ എത്താതെയുള്ളൊരു പ്രശ്നം വരും. ബാക്ക് പീസിനേലും കുറച്ച് കൂട്ടി വേണം ഈ ഒരു പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടി. ബാക്കിയുള്ള നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു രീതിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉൾവശം ഓക്കെ ആയിരിക്കും, കാരണം നമ്മൾ ഉള്ളിൽ അങ്ങനെ വെച്ചിട്ടാണല്ലോ തയ്ച്ചേ. നല്ല വശത്ത് നമ്മൾ ഈ സ്റ്റിച്ച് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ലേസ് ഇഷ്ടം പോലെ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലത്തെ ഒരു ലേസാണ് ഞാൻ വാങ്ങിച്ചോട്ടോ. എന്നിട്ട് നേരെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതേക്ക് ഇതങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മീതേക്ക് ഞാനൊരു തയ്യൽ കൊടുത്തു. അപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ലേസിൻ്റെ ഭംഗിക്ക് നമ്മളിവിടെ ഒരു എക്സ്ട്രാ പീസ് കയറ്റിയതാണ് എന്ന് അറിയത്തേയില്ല. നമ്മൾ ചില സമയത്ത് ലെങ്ത് എത്താതെ വരുന്ന ടൈമിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ പീസ് വെക്കും. അപ്പോൾ ഫ്രണ്ടിലും വെക്കേണ്ടി വരും, ആം ഹോളിലും വെക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലും ഏറ്റവും നല്ലതാണ് ബാക്ക് വശത്ത് എത്ര ഇഞ്ചാണോ നമ്മൾ എടുക്കേണ്ടത് അതിനെ കൂടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോണ്ടല്ലോ കുറച്ചാണെങ്കിലും നമ്മൾക്ക് താഴെ നിന്ന് ലെങ്ത്ത് കുറക്കാം. എന്നിട്ട് എക്സ്ട്രാ നമുക്ക് ഉണ്ടാവുന്ന കട്ട് പീസ് അനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്, ചുമ്മാ വെച്ച് കൊടുക്കരുതേ, ഇതുപോലെ എന്തെങ്കിലും ലേസോ കാര്യങ്ങളോ എന്തെങ്കിലും തയ്ച്ചവിടെ വെക്കാം. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാവും ഇത് തികയാതെ വന്നപ്പോൾ നമ്മൾ ഒപ്പിച്ചു കൂട്ടി എടുത്തതാണെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയകൾ നമ്മൾ തയ്ച്ച് കുറേ നാളത്തെ പ്രാക്ടീസൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഒരു ആളും പറഞ്ഞു തരാതെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തും കാണാതെ നമ്മൾക്ക് തന്നെ സ്വയമേ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും നല്ല ഐഡിയകളൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ. അതൊക്കെ നമ്മൾ തുടക്കം തന്നെ നമ്മൾക്ക് എന്തായാലും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചെടുക്കാനോ പറ്റത്തില്ല.
നമ്മൾ കുറേ തയ്ച്ച് കഴിയുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് കിട്ടുന്ന ഐഡിയ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിൻ്റെ സ്ലിറ്റും കൂടെ ഒന്ന് തയ്ക്കുവാണ്. ഞാനിത് ലൈനിങ് ഇടാതെയാണ് കേട്ടോ ചെയ്തത്. ലൈനിങ് ഇടാത്ത ഒരു ടോപ്പ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു. നമുക്കിനി ഇതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് ഞാൻ ആദ്യമേ കാണിച്ചു. അപ്പോൾ എന്നാലും ഒന്നും കൂടെ ഇതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ലിറ്റൊക്കെ അടിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിറ്റ് എല്ലാം അടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാനിതിൻ്റെ സ്ലിറ്റൊക്കെ ഒന്ന് അടിച്ച് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഒരു എക്സ്ട്രാ പീസ് ഇവിടെ വെച്ച് കൊടുത്തതാണെന്ന് ഒരാളും പറയത്തില്ല. നമ്മൾ അവിടെ ഒരു ഡിസൈൻ ചെയ്തതാണെന്ന് മാത്രമേ ഈ ഒരു ടോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.